ഈശനുമായ അരുവായി ഉരുവാകി എഴുന്തരുളും ഗുരുവേ. ഈശനും ஞானியும் ஒப்பந்தீரே எப்படி ஒப்பந்தால். ഈശനും ஞானியும் മമതൈ അനന്ത ഇകന്തതിനാൽ ഒപ്പാം. ഈശനുമാം പല ജീവനുമാം ഉലകെല്ലാം ഇവനാമേ. വായിച്ചത് തന്നെ എന്നോട് റെഫർ ചെയ്തിട്ട് ആക്കും. അരുവായി എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തിൽ എന്നാണ്. അരുവായി പരമാർത്ഥത്തിൽ രൂപരഹിതമായ അറിവ് രൂപമായി ഇരിക്കുന്ന രീതിയിൽ ഇരുന്നു കൊണ്ട്, നവരൂപരഹിതമായിട്ട് അറിവ് രൂപമായി ഇരുന്നു കൊണ്ട് എന്നാണ് പറയുന്നത്. ഈശനുമായി, മായാൽ ജഗത് സൃഷ്ടിക്ക് കാരണമായ ഈശ്വരനുമായി, ഉരുവാകി സൃഷ്ടികളെ രക്ഷിക്കുന്ന കാരുണ്യത്താൽ തിരുവുരുവായി, എഴുന്തരുളും ഗുരുവേ അന്ന് അരുളിയ അലയോ ഗുരുനാഥ. ഈശനും ஞாനിയും ഒപ്പൻറ്റീരെ സമമാണെന്ന്, സമാനമായവരെ എന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. എപ്പടി ഒപ്പൻറ്റാൽ, എങ്ങനെയാണ് ഇവര് സമന്മാരാകുന്നതെന്ന് നീ കേൾക്കുകയാണെങ്കിൽ, ഈശനും ஞாനിയും മമതൈ അകന്തൈ ഇകന്തതിനാൽ ഒപ്പാം. മായ അവിദ്യകളിൽ അവകളുടെ കാര്യങ്ങളിലും മമതത്വാഭിമാനവും അഹന്താഭിമാനവും വിട്ടിരിക്കുന്നതിനാൽ സമന്മാരാണവർ. ഇവൻ, ഈ ജ്ഞാനിയായവൻ, ഈശനോട് മുമ്പ് പറഞ്ഞതുപോലെ സമമായതു കൂടാതെ ബ്രഹ്മവിത്ത് ബ്രഹ്മമേ എന്ന ശ്രുതിയാൽ ബ്രഹ്മത്തിൽ നിന്ന് അധ്യസ്ഥമായ ഈശ്വരനും ഈശ്വരനും അവനാകും. പല ജീവനും നാനാ ജീവന്മാരും അവൻ തന്നെയാകും. ഉലകും എല്ലാം ലോകമെല്ലാം താനാവൻ. ഈ ലോകമായിട്ടിരിക്കുന്നത് അവൻ തന്നെയാണ്. അധ്യസ്ഥം ഇവിടെ പറയുന്നു. അധ്യസ്ഥം അധിഷ്ഠാനത്തെ വിട്ട് വേറൊന്നല്ല ഇല്ലെന്നറിയുക. എപ്പോഴും അധ്യസ്ഥം അധിഷ്ഠാനത്തെ വിട്ടിരിക്കാൻ പറ്റില്ല. കാരണം കയറ് ഇല്ലെങ്കിൽ പാമ്പില്ല. കയറുള്ളത് കൊണ്ടാണ് അത് വ്യക്തമാവാതെ വന്നപ്പോഴാണ് അതിലൊരു അധ്യാസ രൂപത്തിൽ പാമ്പുണ്ടായത്. അതുപോലെ വാസ്തവത്തിൽ ഈ പ്രപഞ്ചം, വാസ്തവത്തിൽ അവരുടെ ഭാഷ്യം ഇതാണ്: പ്രപഞ്ചസ്വരൂപം ബ്രഹ്മ. ഇത് ബ്രഹ്മമാണ്. അപ്പോൾ നമ്മളിപ്പോ എങ്ങനെ അത് ബ്രഹ്മമെന്ന് പറയാമെന്ന് ചോദിച്ചാൽ, ഇവർ പറയുന്ന ഈ ലോജിക്ക് വളരെ ശ്രദ്ധേയമായൊരു ലോജിക്കാണ്. ഇവർ പറയുന്നു അധ്യസ്ഥം എന്ന് പറയുന്നത് ആ അധിഷ്ഠാനത്തെ വിട്ട് വേറൊന്നായിട്ടിരിക്കാൻ പറ്റില്ല. വാസ്തവത്തിൽ കയറ് തന്നെയാണ് വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ പാമ്പെന്നുള്ള ഒരു ആരോപണയില് അതിനെ വ്യവഹരിക്കുന്നത് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ കയറിൽ ഇല്ലെങ്കിൽ ആ ഒരു അധ്യസ്ഥത അവിടെ നിലനിൽക്കാൻ പറ്റില്ല. ഇത് കൈവിലത്തിൽ പറയും, ആരോപം അധിഷ്ഠാനം ഇല്ലാതെ പ്രകാശിക്കില്ല. അതാണ് പദ്യം. നോക്കട്ടെ, വരും. അപ്പൊ ഈ രൂപത്തിലാണ്. അപ്പം യഥാർത്ഥത്തിൽ കയർ ഉള്ളതായ കയറവിടെ ഉള്ളത് കൊണ്ടാണ് അതിലൊരു ഭ്രമത്തില് ഒരു പാമ്പെന്നുള്ള ഒരു ബ്രഹ്മജ്ഞാനമാണ് അതിൽ പ്രകാശിച്ചത്. വാസ്തവത്തിൽ കയറ് തന്നെയാണത്. കയറ് വിട്ട് അതിൽ ഒന്നും ഇല്ല. അതിനെ കയറിന് പിൻവലിച്ചാൽ പിന്നെ അതിന് ആ ഭ്രമത്തിന് അവിടെ നിൽക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ ലോജിക്കിൽ അവർ പറഞ്ഞു, വാസ്തവത്തിൽ ഈ പറയുന്ന അധിഷ്ഠാനത്തെ വിട്ട് അധ്യസ്ഥം നിൽക്കില്ല. അധിഷ്ഠാനത്തെ വിട്ടിരിക്കാൻ സാധ്യമല്ല. അതാണ് ഇതിൻ്റെ അകത്ത് ഒരു റൂളാണ്. ആ റൂൾ വെച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബുദ്ധി ഉള്ളവർക്ക് ആലോചിച്ചെടുക്കാം. അപ്പം യഥാർത്ഥത്തിൽ അവർ പറയണം, അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അവർ പറഞ്ഞത് വാസ്തവത്തിൽ ഈ അധ്യസ്ഥമായിരിക്കുന്ന ഇത് വാസ്തവത്തിൽ അത് അധിഷ്ഠാനം തന്നെയാണ് എന്നങ്ങ് പറയാം. അല്ലേ? അതിന്റെ കാരണം എന്താണ്? ഈ അധിഷ്ഠാനത്തെ പിൻവലിച്ചാൽ പിന്നെ ആരോപത്തിന് ഇരിക്കാൻ സ്ഥലമില്ല. വാസ്തവത്തിൽ അധിഷ്ഠാനം തന്നെയാണ് അധ്യാസ രൂപത്തിലും വിളങ്ങുന്നത്. അത് വെച്ചുകൊണ്ടും ഈ പ്രപഞ്ച സ്വരൂപം ബ്രഹ്മ എന്ന് പറയാം. ബ്രഹ്മം തന്നെയാണ്.
എല്ലാം ഞാൻ തന്നെയാണ് അർജുന എന്നൊക്കെ ഗീതയിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയല്ലേ ശ്രീകൃഷ്ണ ഭഗവാൻ. എല്ലാമായിരിക്കുന്നത് ഈ ഞാൻ തന്നെയാണ് അർജുന. നീയായിരിക്കുന്നതോ നിന്റെ ശത്രുക്കളായിരിക്കുന്നതോ എല്ലാം ഞാൻ തന്നെ ആണ്. അസല്ലേ എല്ലാത്തിലും അകത്തിരുന്ന് സ്ഫുരണരൂപമായിട്ട് ഈ ആത്മാവ് വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് തിരിച്ചറിയാതെ ഇരിക്കുന്ന നിലയാണ് അജ്ഞാനമായിട്ട് പറഞ്ഞത്. അത് തിരിച്ചറിയാതെ ഇരിക്കുന്ന ഒരു നില, അത് തിരിച്ചറിയുന്നവരുണ്ട്. അത് പുണ്യശാലികൾക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള പുണ്യശാലികളുടെ പ്രകൃതി എന്താണെന്ന് വെച്ചാൽ അവർക്ക് വ്യവഹാരം കുറവായിരുന്നു. എത്രത്തോളം വ്യവഹാരം കുറഞ്ഞിരിക്കുമോ അത്രത്തോളം സൂക്ഷ്മത അവർക്കുണ്ടാവും. മനസ്സിന് സൂക്ഷ്മത ഉണ്ടാവും. മനസ്സ് സൂക്ഷ്മപ്പെട്ടാൽ തന്റെ സ്വരൂപം കരതലാമലകം പോലെ പ്രകാശിക്കും. ഇതിനാണ് അവരുടെ മതത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞു ഈ വ്യവഹാരമൊക്കെ ഇതൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് കുറച്ചു നേരം സ്വസ്ഥമായിട്ട് നിൽക്കൂ, കുറച്ച് ആശ്രമത്തിലൊക്കെ ഒന്ന് പഴകൂ. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ മനസ്സ് തന്മയമായി ആത്മസ്വരൂപ നിലയെ അത് പ്രകാശിപ്പിക്കും. ഇതിന് അഖണ്ഡാകാര വൃത്തി, അഖണ്ഡാകാരം എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്. ഈ പറയുന്ന രൂപത്തിൽ മനസ്സഖണ്ഡാകാരമായി ആ കൂടസ്ഥ ദർശനം വന്നു. കൂടസ്ഥ എന്ന് വെച്ചാൽ ബ്രഹ്മം തന്നെ. കൂടസ്ഥനും ബ്രഹ്മവും രണ്ടല്ല ഒന്ന്. അപ്പൊ ഈ രൂപത്തിലൊക്കെ മഹത്തുക്കൾ പല ലോജിക്കിൽ പറഞ്ഞു തരുന്നത് നല്ല വിചാരം ചെയ്യണം. നല്ല വിചാരവാന്മാർക്കാണ് ഇതിനെ ഗ്രഹിക്കാൻ പറ്റുന്നത്. ഇത് വിചാരത്തെ പറ്റി പറഞ്ഞ എന്താണെന്ന് സ്വാമി പറഞ്ഞുതരാം. വിചാരം എന്ന് വെച്ചാൽ മനസ്സിന്റെ സങ്കല്പ വികല്പങ്ങളെ അല്ല വിചാരം എന്ന് പറയുന്നത്. വിചാരം എന്ന് പറയുന്നത് സത്വഗുണത്തിൽ നിന്ന് ആവിർഭവിക്കുന്ന അരുളുകളാണ്. എങ്ങനെ വരും സത്വഗുണം? മനസ്സിന് എപ്പോൾ വരും സത്വഗുണം എന്ന് ചോദിച്ചാൽ പറഞ്ഞു വ്യവഹാരം ഒഴിഞ്ഞ് മനസ്സ് ശാന്തമായാൽ ആ സത്വഗുണ ആവിർഭാവം ഇതിൽ വരും. ഈ സത്വഗുണ ആവിർഭാവം തന്നെയാണ് ആ വിചാരമായിട്ട് ഇതിൽ പൊതുവെ അരുള് പൊട്ടുന്നെന്നാണ് പറയുന്നത്. മഹത്തിൽ പറയും അതിൽ അരുൾ വടിവമായിട്ട് ഇരിക്കുന്നു. ആ അരുള് ആ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്ന രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ഓരോന്ന് കേൾക്കുമ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ വിമർശനം വന്നിട്ട് ഈ തന്റെ സ്വരൂപത്തെ ദർശിപ്പിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അനുഭവത്തിൽ ഉള്ളവർ പറഞ്ഞതും കേട്ടതും ഒക്കെ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഈ വിചാരത്തെ ഉണ്ടാക്കലാണ്, ഈ സുവിചാരണ ഏർപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ശ്രുതികൾ ശ്രമിക്കുന്നത്. വിചാരം ആർക്കും ഇല്ല. ശിവന്റെ മൂന്നാം കണ്ണെന്ന് പറയുന്നത് ഈ വിചാരത്തെയാണ്. അദ്ദേഹം പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ മൂന്നാം കണ്ണ് തുറന്നപ്പോൾ ഇതെല്ലാം ഭസ്മമായി എന്ന് പറയും. എല്ലാം ഭസ്മമായി തൃക്കണ്ണില്. എന്തിനാണ് അർത്ഥം? ജ്ഞാനദൃഷ്ടിയിൽ ഇതൊന്നുമില്ല. വാസ്തവത്തിൽ ഇതെല്ലാം അജ്ഞാന ദൃഷ്ടിക്ക് മാത്രം സത്യമായിരിക്കുന്ന കാര്യങ്ങളാണ്. ജ്ഞാനദൃഷ്ടിക്ക് ഇതൊന്നും സത്യമല്ല. ഭസ്മമായെന്ന് വെച്ചാൽ ഇല്ല, അതിനെ സംബന്ധിച്ച് യാതൊരു വ്യവഹാരങ്ങളും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു നില ഇതാണ് ആ ജ്ഞാനദൃഷ്ടി എന്ന് പറയുന്നത്. ഇത് ദൃഷ്ടിയും ജ്ഞാനമയം കൃത്വ പശ്യേ ബ്രഹ്മമയം ജഗത്. നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഈ വിചാരത്തെ ഉണ്ടാക്കുക. വിചാരം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മനസ്സ് സൂക്ഷ്മപ്പെടുന്ന രൂപത്തിൽ മനസ്സിൽ വ്യവഹാരങ്ങൾ കുറയും. മനസ്സ് എപ്പോഴും സൂക്ഷ്മപ്പെടാനായിട്ട് ഒരുക്കമാണ്. പക്ഷേ അതിന് തയ്യാറായി വരുന്ന സമയത്ത് പെട്ടെന്നാണ് നമ്മൾ ശീലിച്ച് വന്നിരിക്കുന്ന ഉറക്കം ഇതിൽ കൊണ്ട് വരുന്നത്. ഈ നിദ്ര ഇതിനെ വിഴുങ്ങിക്കളയുകയാണ്. ആക്ച്വലി ഉറക്കമേ ഇതിനെ വിഴുങ്ങിക്കളയും. അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള പ്രജ്ഞ ആർക്കുണ്ടോ അവർക്ക് ഈ വൈതരണ്യമാണ്. ആ പ്രജ്ഞ വേറൊന്നുമല്ല, ജിജ്ഞാസ. ഇതിനറിയണം എന്താണ് ഇതെന്നുള്ള ആ ഒരു ഉൾനോട്ടം, അതിനോടുള്ള ഒരു പ്രേമം. ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെ അറിയാനുള്ള ഒരു താല്പര്യം, ഒരു ത്വര. ഇത് ആർക്കുണ്ടോ അവർക്ക് ആ ഉറക്കത്തിന് മറികടന്ന് ഇതിലേക്ക് വരാൻ പറ്റും. മറ്റുള്ളവരെല്ലാം തമസ്സിനാൽ വിഴുങ്ങപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം നമ്മള് ഭൂരിപക്ഷം ഒരു 90 അങ്ങനെ പറയുന്നതാണ്. 90 വളരെ വലിയ ഒരു സംഖ്യയും
ഈ തമസ് വിഴുങ്ങി ഇല്ലാതായിക്കോളും. ഇതിനെ മറികടക്കാനുള്ള സൂത്രമാണ് വാസ്തവത്തിൽ വേദം നമുക്ക് പറഞ്ഞുകൊണ്ട് വരണം. ആ വിചാരം ഏർപ്പെടണം, ആ സുവിചാരണ ഏർപ്പെടണം. ആ വിചാരത്തിന്റെ സ്വരൂപം ഇതാണ്: அந்த വിചാരം താനേതനിൽ അനാദിയാം ശരീരത്തിൽ இந்த நானவன் சித்தது ஜடமேது இரண்டும் ஒன்றாக கூடும் பந்தமேது வீடேது என உஜாவுதல் பகர் விചാരമതാം. ഇതാണ് വിചാരം. അനാദിയാം ശരീരത്തിൽ, മനസ്സ് തുടങ്ങിയ ഈ ശരീരത്തിൽ இந்த நான் யார், ഈ ഞാൻ എന്ന് പറയുന്നത് ഇത് ആരാണ്? ഈ മനസ്സാണ്, ഈ ശരീരമാണ്. ഇത് ആരാണ്? இந்த நான் யார்? ചിത്തത്. ഈ ചിത്തം എന്ന് പറയുന്നത് സ്വയംപ്രകാശമായിരിക്കുന്ന ഈ ചിത്തം എന്ന് പറയുന്നത് ഏതിനെയാണ്? ഇതില് ജഡമെന്ന് പറയുന്നത് ഏതിനെയാണ്? ഇത് രണ്ടും കൂടെ ചേർന്ന് നിർത്തുന്ന ബന്ധം എന്ന് പറയുന്നത് ഏതിനെയാണ്? ബന്ധം എന്ന് പറയുന്നത് ഏതിനെ പറ്റിയാണ്? ബന്ധം എന്ന് പറയുന്നത്. വീടെന്ന് പറഞ്ഞ ഏതാണ്? വീടെന്ന് വെച്ചാൽ മോക്ഷത്തിനെയാണ് തമിഴിൽ വീടെന്ന് പറയുന്നത്, മോക്ഷം. ഈ മുക്തി എന്ന് പറയുന്നത് എന്തിനാണ്? ഇതിനെപ്പറ്റി കൂലങ്കക്ഷമായിട്ടുള്ള വിചാരം, ഇങ്ങനെയുള്ള പര്യാലോചനകളോടുകൂടി വർത്തിക്കുന്നതിനെയാണ് വിചാരം എന്ന് പറയുന്നത്. ആദ്യം ഇത് തുടക്കമാണ് വിചാരം. ഈ വിചാരം തന്നെ അലൗകികമായ അരുൾ വടിവമായിട്ട് മാറും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ മനസ്സ് തത്വം പ്രധാനമായി വന്നാൽ മതി. സ്വാമി പറഞ്ഞ വേറൊരു രഹസ്യം എനിക്കറിയാം, കാരണം പറഞ്ഞിട്ടുണ്ട്. സ്വാമി പറഞ്ഞു ഈ വിചാരം എന്ന് പറയുന്നത് ഒച്ചഴിയുന്ന സ്പീഡേ ഉള്ളത്. അതിനൊരു എഫർട്ട് ഇല്ല, നമ്മുടേതായ ഒരു എഫർട്ട് അതിലില്ല. അതേസമയം നമ്മുടെ മാനസികമായിരിക്കുന്ന സങ്കല്പ വികല്പാദികൾക്ക് നമ്മുടെ വലിയ എഫർട്ട് ഇതിന് വേണം. എഫർട്ട് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ അതിൽ കർത്തൃത്വം എടുക്കണം. ഇത് ഒരു കർത്തൃത്വം എടുക്കാതെ ഈ വിചാരം ഇതിൽ നടക്കും. അനാദിയാം ശരീരത്തിൽ ഇന്ന് നാനവൻ ചിത്തത് ജഡമത് ഇരണ്ടും ഒന്നാകെ കൂടും ബന്ധമത്. ഈ ബന്ധം എന്ന് പറഞ്ഞ വാസ്തവത്തിൽ എന്തിനാണെന്നുള്ളത് പര്യാലോചന ചെയ്യും. അതുള്ളവരെ എന്താണ് ഈ ബന്ധം? ഈ എന്തിനാണ് ബന്ധം എന്ന് പറഞ്ഞത്? അറിയാമോ? ചിത്തും ജഡവും. ഈ ചിത്ത് ജഡങ്ങളെ യോജിപ്പിക്കുന്ന ബന്ധം എന്ന് പറയുന്നത് എന്തിനാണ്? ഇതെല്ലാമാണ് വാസ്തവത്തിൽ ഇവരുടെ മനസ്സ് നിറച്ച്. അതുകൊണ്ട് എന്ത് പറ്റും? ആ തമസിനെ ഇവരെ വിഴുങ്ങാൻ പറ്റില്ല. അത് വന്ന് നിൽക്കും, അത് ലാഞ്ച് നിൽക്കും. എങ്കിലും അതിനെ ഒന്ന് ഓർക്കം ചെയ്താൽ പറയണം അവർ ഉണർന്നുപോയി, പിന്നെ അവർക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ വരില്ല. നമ്മൾ പരീക്ഷിച്ചവരുടെ അനുഭവങ്ങൾ പറയണം. ആ ഉറക്കത്തിൽ നിന്ന് ഒന്ന് ഉണരാൻ സാധിച്ച പിന്നെ ഉറക്കം വരില്ല, പിന്നെ വേറൊരു ലെവലാണ്. അത്തരക്കാരൻ പറയും ഉറങ്ങാനേ പറ്റുന്നില്ല. വാസ്തവത്തിൽ ഉറക്കം എന്ന് പറയുന്നത് അജ്ഞാനത്തിനാണ്. ഉണർന്നുപോയി. മഹത്തുക്കളെ പറ്റി പറയണ കേട്ടിട്ടില്ല. അയ്യോ ഉണർന്നുപോയി, അവർ ഉണർന്ന് തെളിയുമ്പോൾ അവർക്ക് ഉറക്കമില്ല. പിന്നെ പല സ്വാമിമാരെയും ജീവൻ മുക്തന്മാരായിട്ടുള്ള സ്വാമിമാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഉറങ്ങുന്നത് ഉണ്ടാവില്ല. അവിടെ ചെകുട്ടാവിൽ ചെന്നപ്പോ ഒരു അവധൂതനെ പോയി കാണാനിടയായി. അദ്ദേഹം സദാസമയം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇരിക്കാതെ കണ്ണെടുത്ത് ഉറങ്ങില്ല. ഉറങ്ങണ പരിപാടിയേ ഇല്ല. അത് ഉറക്കം പോയെന്നവരുടെ ഉറക്കമേ പോയി. അജ്ഞാനം നശിച്ചു പോയി. ഉണർന്ന് നല്ല തുറവികളായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെയാണ് ഇതാണ് നമ്മുടെ പ്രകൃതത്തില് എന്ത് മാറ്റം വരുത്തിക്കൊണ്ടാണ് ഈ അജ്ഞാനം ഇതിൽ ഇരിക്കണമെന്ന് അറിയാമോ? കാരണമോ കേവലം ഈ വിചാരമറ്റത് കൊണ്ടാണ്. ഈ വിചാരം ചെയ്യാനുള്ള ആ ഒരു പ്രവണത ത്രാണി ഇല്ലാതെ പോയതാണ്. ഈ വിചാരം എങ്ങനെ ഉണ്ടാവും? ഗുരുക്കന്മാരുടെ ഉപദേശപ്രകാരം ഇതിനെ പര്യാലോചന ചെയ്ത് നിൽക്കുന്നത് തന്നെയാണ് വിചാരം ആദ്യം. പിന്നീട് ഇത് നമ്മൾ തന്നെ സ്വയം സ്വരൂപമായിട്ട് തന്നെ ഇത് നിൽക്കും. ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കാവുള്ളത്. അപ്പൊ ഇവിടെ ഈ പദ്യത്തിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഈശ്വരനും ജ്ഞാനി എന്ന് പറയുന്നത്
എങ്ങനെയാണ് രണ്ടായിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കേവലം അവരുടെ ഉപാധികളിൽ മേലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരുടെ ചൈതന്യം, ആ രണ്ടുപേരുടെയും ഒരേ ചൈതന്യം എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ, അതിലൊരു വ്യത്യാസവുമില്ല. ഇത് തന്നെയാണ് ജഗത്തിൻ്റെ. ഈ മൂന്നും വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്. ഇത് വ്യത്യസ്തമായിട്ട് മൂന്നായിട്ട് ത്രിപുടി രൂപമായിട്ട് നിൽക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം ആധാരമായിട്ട് ഇരിക്കുന്ന, അധിഷ്ഠാനമായിട്ട് ഇരുന്നതിന് അറിയാത്തതുകൊണ്ട്. അതല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയണമെങ്കിൽ, സ്വർണത്തെ അറിയാത്തതുകൊണ്ടാണ് കടുക്കനും മാലയും അരിഞ്ഞാണും ഒക്കെ വ്യത്യസ്തപ്പെട്ട കാര്യങ്ങളായിപ്പോയത്. എന്നാൽ സ്വർണത്തെ അറിഞ്ഞവരെ സംബന്ധിച്ച് കടുക്കനെന്നോ മാലയെന്നോ മോതിരമെന്നോ ഒരു വേർതിരിവില്ലാതെ എല്ലാം ആ സ്വർണമെന്നറിഞ്ഞ് ഒരു ഏകത്വ ബുദ്ധി, ആ നാനാത്വം ഇതിൽ മാറുന്നതും ആ ഏകത്വം ഇതിൽ വന്നു ചേരുന്നതും ഒക്കെയാണ് നമ്മൾ ആദ്യം ഇതിൽ കാണുന്നത്. ഇത് ഓരോന്നായിട്ട് അത് പടിപടിയായിട്ട് നമ്മൾ മനസ്സിലാക്കി വരണം കേട്ടോ. ഈശ്വരമാം പല ജീവനുമാം ഉലകമെല്ലാം താരാമവൻ, എല്ലാമായിട്ടിരിക്കുന്നതും ആ ഒരേ ഒരു ആ ഒന്ന് തന്നെയാണ്, ഈ ആത്മാ തന്നെയാണ്. ഇത് വ്യക്തമായിട്ട് പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. അപ്പൊ 37-ാമത്തെ പദ്യത്തിൽ അതിനൊരു സംശയമായിട്ട് അദ്ദേഹം ചോദിക്കുന്നു. എല്ലാ ജീവരും ഇവരാം എൻ്റീരിൽ ഇവൻ താൻ മുത്തി അടയും அந்த எல்லா ஜீவரும் முத்து பெறாமல் இருப்பானேன் ஐயா. எல்லா ஜீவரும் வெவ்வேறானால் இவன் எல்லாம் அலனே, எல்லா பொருளும் முறைத்தருளு குருவே இதை நீர் மொழி இதை. எல்லா ஜீவரும் இவனாம் எந்தீரில் இவன் தான் முத்தி அடை இந்த எல்லா ஜீவரும் முத்தி பெறாமல் இருப்பான் ஏன் ஐயா. എല്ലാ ജീവരും വെവ്വേറാനാൽ ഇവൻ എല്ലാം അലനെ, എല്ലാ പൊരുളും ഉരിത്തരുളും ഗുരുവേ ഇതേ നീർ മൊഴിയിലെ. ഇതിന്റെ വ്യാഖ്യാനമായിട്ട് എല്ലാ ജീവരും സുര നര തിര്യക്കാതി രൂപങ്ങളായ എല്ലാ ജീവന്മാരും ഇവനാം എൻ്റീർ ഈ ജ്ഞാനിയാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നു. ഈ ജ്ഞാനിയാകുമെന്ന്, ഈ ജ്ഞാനി തന്നെയാണെന്ന് അരുളി ചെയ്തിരിക്കുന്നു. ഇവൻ താൻ മുക്തി അടയുന്നത്, ഈ ജ്ഞാനി അജ്ഞാനം നീങ്ങി നിരതിശാനന്ദ രൂപ മോക്ഷം അടഞ്ഞതിനാൽ എല്ലാ ജീവന്മാരും മുക്തി പെറാമലിരിപ്പാനിയൻ, മോക്ഷം അടയാതെ ഇരിക്കുന്നതിന് കാരണമെന്ത്? എല്ലാ ജീവരും വെവ്വേറാനാൽ പരസ്പരം ഭിന്നമാണെങ്കിൽ ഇവൻ എല്ലാം അല്ലനെ, ഈ ജ്ഞാനി മുഴുവനും അല്ലല്ലോ, എല്ലാം അല്ലല്ലോ. എല്ലാ പൊരുളും ഉരൈത്തരുളും ഗുരുവേ, അടിയന്റെ എല്ലാ സംശയത്തിനും ഉത്തരം ഉപദേശിച്ചു തരുന്നല്ലയോ ഗുരുവേ. ഇതേ നീർ മൊഴിയിൽ ഈ സംശയത്തിനും നിവൃത്തി അരുളി ചെയ്യണമേ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, എല്ലാ ജീവരും ഇവനാണെങ്കിൽ, ഇപ്പോൾ ആ ജ്ഞാനിയാണെങ്കിൽ, ആ ജ്ഞാനി മുക്തി അടയുമ്പോൾ എല്ലാ ജീവന്മാരും അതോടൊപ്പം മുക്തി അടയേണ്ടതല്ലേ എന്നാണ് ചോദ്യം. ജ്ഞാനിയാണല്ലോ, എല്ലാം ഒരാളാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരാൾ മുക്തി അടഞ്ഞാൽ എല്ലാവരും മുക്തി അടയാതെ ഇരിക്കാനുള്ള കാരണം എന്ത്? ഇതാണ് സംശയം. ഇനി എല്ലാം ഇവനല്ലെങ്കിൽ, പരസ്പരം ഭേദമാണെങ്കിൽ ഈ പറയുന്നതിൽ അർത്ഥമുണ്ട്. കാരണം ഒരാൾ മുക്തി അടഞ്ഞാൽ മറ്റേ ആൾ മുക്തി അടയാതെ ഇരിക്കും, അതിൽ ഭേദമാണ്. ഇതങ്ങനെയല്ലല്ലോ. സ്വാമി തന്നെ പറയുന്നു, ഇതിലെല്ലാം ഞാൻ തന്നെയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഞാൻ മുക്തി അടഞ്ഞാൽ അവരെല്ലാം എന്തുകൊണ്ട് മുക്തി അടയാതിരിക്കുന്നു എന്നുള്ള ചോദ്യമാണ്. ഉയർന്ന ചോദ്യമാണ്. ഇതൊക്കെ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പോലും പ്രാണിയില്ല പലർക്കും. ഉയർന്ന ചോദ്യങ്ങളാണ്. ഇതിന് മറുപടിയായിട്ട് സ്വാമി 38-ാമത്തെ പദ്യത്തിൽ പറയുന്നു. അകമനും ആത്മാ പൂരണമേകം അനേകവിധ ജീവ, അകമനും അന്ധക്കരണോപാധികൾ അളവിലെ ആദലിനാൽ ചകമുഴുതും കുടചന്ദ്രനേകം ചന്ദ്രർ പലരാം, ചകമതിൽ എരികുളം ചിറുകുഴി ചാൽ ചട്ടികുടം പലവ.
അകമെനും ആത്മാ. അഹം അഹം എന്ന് എല്ലാ ജീവന്മാരിലും ഇരുന്ന് അനവരതം പറഞ്ഞു സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നതായ ആത്മാവ് പൂരണമേകം പരിപൂർണമായ ഏകമാകുന്നു. ജീവന്മാർ അനേകവിധം പരിച്ഛിന്നരായി അനേക പ്രകാരം ഇരിക്കും. എങ്ങനെയെന്നാൽ അകമനും അന്ധക്കരണോപാധികൾ, ഞാനെന്ന അന്ധക്കരണ ഉപാധികൾ അളവിലേ അതല്ല പരിച്ഛിന്നങ്ങളായി അനേകങ്ങളായുള്ളതിനാൽ ചകമുഴുതും കുളിർചന്ദ്രരേഖം ലോകം മുഴുവനും ശീതളമാക്കുന്നതിന് കാരണമായ ബിംബചന്ദ്രൻ ഒരുവൻ, ചലചന്ദ്രർ പലരാം. ജലപ്രതിബിംബ ചന്ദ്രന്മാർ അനേകമാകുന്നു. എന്തെന്നാൽ ചകമതിൽ ഈ ലോകത്തിൽ എരികുളം, ചിറുകുഴി, ചാൽ, ചട്ടി, കുടം പലവ. ചിറയും കുളവും ചെറിയ കുഴിയും ചാലും ചട്ടിയും കുടവുമായ ഉപാധികളിൽ ഈ ചന്ദ്രന്റെ പ്രതിബിംബം അതാണ് പലതാവുന്നത്. പലത ജലചന്ദ്രർ പലവ. അതിൽ ആ ജലചന്ദ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചാല്, തോട്, അതുപോലെ കുളം, ചെറിയ കുഴി, ചട്ടിക്കകത്ത് വെള്ളം വെച്ചിരുന്ന അതിനകത്തും ചന്ദ്രന്റെ പ്രതിബിംബം ഉണ്ടാവും. കുടത്തിൽ വെച്ചിരുന്നാലും അതിലും ചന്ദ്ര പ്രതിബിംബം ഉണ്ടാവും. അപ്പം ഒരു പറയുന്നു ഇതില് ചന്ദ്രൻ ഏകം തന്നെ, പക്ഷെ അതിൽ ജലചന്ദ്രന്മാർ അനേകമാണ്. ഇതുപോലെ അന്ധക്കരണോപാധികളിൽ പ്രതിഫലിച്ച ചൈതന്യം അനവധിയാണ്, ഒരുപാടാണ്. പക്ഷെ ഇതെല്ലാം ആ ഏകമായ ആത്മാവിൻ്റെ തന്നെ പ്രതിഫലനങ്ങളാണ്. അതാണ് നമ്മളെല്ലാം വ്യത്യസ്തരാക്കിയിരിക്കുന്നത്. നമ്മളെ ഭിന്നരാക്കിയിരിക്കുന്നത് ഏതാണ്? ഈ പ്രതിബിംബ ചന്ദ്രൻ, കുളത്തിൽ പ്രതിബിംബിച്ച ചന്ദ്രനെ കുളചന്ദ്രൻ, ചട്ടിയിൽ പ്രതിഫലിച്ച ചന്ദ്രനെ ചട്ടിചന്ദ്രൻ എന്ന് പറയും, അല്ലെങ്കിൽ കുടത്തിലാണെങ്കിൽ കടചന്ദ്രൻ. ഇങ്ങനെ പലതായിട്ട് ഇതിനെ വ്യവഹരിക്കുന്നത് വാസ്തവത്തിൽ ആ ബിംബചന്ദ്രനെ അല്ല, ആ ബിംബചന്ദ്രന്റെ പ്രതിബിംബമായിരിക്കുന്ന ഉപാധിയിൽ മേൽ വീണിരിക്കുന്ന ചന്ദ്രനെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ അന്ധക്കരണ ഉപാധികൾ അതിന് അളവില്ലെന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ വാസന അല്ല എൻ്റെ വാസനകളല്ല വിക്രമൻ്റേത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിനല്ല എനിക്കിഷ്ടം. ഇത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതെല്ലാം വ്യത്യസ്തങ്ങളാണ്. ഇതിനെയാണ് പറയുന്നത് അന്ധക്കരണം എന്ന് പറയുന്നത്, അന്ധക്കരണോപാധികൾ. ഈ അന്ധക്കരണോപാധികളിൽ പ്രതിഫലിച്ച ആ ചൈതന്യത്തിനാണ് വ്യത്യാസം. വാസ്തവത്തിൽ ഇതിന് ആധാരമായിരിക്കുന്ന ആ ബിംബചന്ദ്രൻ അല്ലെങ്കിൽ ആ ബിംബത്തെ തന്നെ ശരിക്കും ആ ആത്മാവിന് ഒരു വ്യത്യാസവുമില്ല. അതെടുക്കുമ്പോൾ അത് ഏകമാണ്. പക്ഷെ ഈ ചന്ദ്രനെ പറ്റി ഉദാഹരിച്ച് പറഞ്ഞതുപോലെ ബിംബചന്ദ്രൻ ഒന്നാണെങ്കിലും ആ ചന്ദ്രൻ തന്നെ ചട്ടി, കുടം, പിന്നെ ചാല്, തോട് ഇതിലൊക്കെ പ്രതിഫലിച്ചിരിക്കുന്ന ആ ജലത്തിൽ പ്രതിഫലിച്ചിരിക്കുന്ന ആ ചന്ദ്രന്മാർ അനേകമാണ്. ഇവരൊന്നാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അവരെ പിടിച്ചുകൊണ്ട് ആ ബിംബത്തിലോട്ട് പോകണം. ഇതാണ് നമുക്ക് പിടിവള്ളി. ഇതിനെ പിടിച്ച് ബിംബം അതല്ലേ. അപ്പൊ ഇതെല്ലാം ഇപ്പൊ ആ ജീവൻ എന്ന് പറയുന്നത് ആരാണ്? ഈ അന്ധക്കരണത്തിൽ പ്രതിഫലിച്ച ആത്മാവ് തന്നെ. പക്ഷെ ഇത് ഈ ആത്മാവിനെ എങ്ങനെ അറിയാൻ പറ്റും? ഈ അന്ധക്കരണത്തിൽ പ്രതിഫലിച്ച ഈ ആത്മാവ് എന്ന് പറഞ്ഞ ജീവനായിട്ടിരിക്കണം. ഈ ജീവനെ പിടിച്ചുകൊണ്ട് ജീവനെയാണ് പറഞ്ഞത് ഞാൻ ഈ ഞാൻ ആരാണെന്ന് അന്വേഷിക്കാനൊക്കെ പറഞ്ഞത് ഇതിനെ പിടിച്ചുകൊണ്ട് ഇതിന്റെ ആ ഉറവിടത്തിലേക്ക് പോവാൻ വേണ്ടിയില്ല. പതുക്കെ പറ്റും. ഇത് ആരാണ്, ഈ ഞാൻ ആരാണെന്ന് നമ്മൾ അകത്ത് ആ സ്ഫുരണയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ആരായാലും ആരംഭിച്ചാൽ ഇവർ പറയുന്നു പതുക്കെ കാക്ക മുട്ടയെടുത്തവർ. ഉപനിഷത്ത് പറയുന്നത് എങ്ങനെയാണോ കാക്ക മുട്ടയെടുത്തത് അതുപോലെയാണ് ഇതിന്റെ പ്രാപ്തി പറയുന്നത്. കാക്കയ്ക്ക് സ്വയം മുട്ടയെടുക്കാനുള്ള ഒരു സാമർഥ്യമോ കഴിവോ ഇല്ല. പക്ഷേ കാക്ക നിരന്തരമായിട്ട് ആ മുട്ടയെടുക്കൽ പ്രക്രിയയിൽ വിധേയനായി അങ്ങനെ ഇരുന്നു. ഫലമായിട്ട്
ആ ഇന്ദ്രൻ പ്രത്യക്ഷമായി അല്ലെ വരുണൻ പ്രത്യക്ഷമായി മുട്ടയെടുത്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് നമ്മൾ നിരന്തരമായി ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഗുരു പ്രസാദിക്കും. അതിനാണ് ഗുരുക്കന്മാർ, അതിനാണ് പരമ്പര ഗുരുക്കന്മാർ. നമ്മൾ പറയും ശരീരം അതൊക്കെ നമ്മൾ പറയില്ലേ, ഇതൊന്നും ഈ സ്ഥലത്ത് പ്രാക്ടിക്കൽ അല്ല. അവര് ശരീരത്തിൽ ഇരുന്ന് വന്ന് വേണമെങ്കിൽ അനുഗ്രഹിക്കും. അവരെന്തിനു വേണോ വന്ന് അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? അവിടെ ഉണ്ടായിരുന്ന ഒരു തടസ്സം അവര് വന്ന് മാറ്റി അതിന് പ്രകാശം. ഇങ്ങനെയാണ് ഈ ലോകത്തില് വലിയ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ ഗുരുവില്ലാതെ ഒന്നും സാധ്യമല്ല. സൂക്ഷ്മത്തിൽ എല്ലാം സൂക്ഷ്മത്തിൽ അറിയാൻ പറ്റും. അത് പക്ഷേ നമുക്കറിയാവുന്ന വിധത്തില് ഏതുവരെ പറ്റും? ഒരു പരിധിയുണ്ട്. ആ പരിധി കടന്നു വരുന്നത് പോയി. സ്വാമി പറയണ എങ്ങനെയാണ്? നമ്മള് പിന്നെ ബഹിരാകാശത്തേക്ക് പോയാൽ റോക്കറ്റാണല്ലോ പോണല്ലേ, റോക്കറ്റാണ് പോകുന്നത്. ഇതില് ഈ അന്തരീക്ഷത്തിന്റെ ഏതോ ഒരു പരിധി വരെ മാത്രമേ റോക്കറ്റിന്റെ ഈ പുള്ളിങ് ഈ ശക്തിക്ക് കൊണ്ടുപോകുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് ഇടയ്ക്കൊരു ഭാഗമുണ്ട്. ഈ ഭാഗം കടന്നു കിട്ടണമെങ്കിൽ എന്ത് വേണമെന്ന് ഇവർ പറഞ്ഞു തരുന്നുണ്ട്. പോകുന്ന പവറാണ്, ആ പവർ അതിനപ്പുറത്താണ്. എയറില്ല, പിന്നെ അങ്ങോട്ട് എയറൊന്നുമില്ല. എയറുണ്ടെങ്കിലല്ലേ ഈ ഇന്ധനത്തിന് ഇതിനെ പുള്ളി ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ പോകുന്ന സ്പീഡില് ആ ഭാഗം കടന്നു പോകും. ഇതുപോലെയാണ് കാരണം ഇവിടെ ഒന്നുമില്ല, ഇവിടെ നമ്മുടെ എഫർട്ടില്ല, ഒന്നുമില്ല. അവിടെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ പോകുന്നതിൻ്റെ ശക്തിയാണ്. എത്രത്തോളം ദൃഢ വൈരാഗ്യത്തോടു കൂടിയാണ് ഇതിൽ പോകുന്നത്, അത്രയും പവറിൽ ഇത് അപ്പുറം. അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ പല 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 രൂപത്തിൽ ഇത് പ്രതിബന്ധം സൃഷ്ടിക്കുമെന്നാണ് പറ്റില്ല. അതെ, ഇതാണ് ഇതിനെയാണ് ഇതിന്റെ സൂത്രങ്ങൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പൂർണ്ണമായും ഗുരുത്വത്തിലും ഗുരു അനുഗ്രഹത്തിലും കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. നമുക്ക് പറഞ്ഞാലോ ചിന്തിച്ചാലോ ഇതിന്റെ വ്യാപ്തിയോ ഒന്നും അറിയാൻ പോലും സാധിക്കില്ല. പക്ഷെ പരമാർത്ഥം ഇല്ല എന്ന് നമ്മൾ വലിയ ഭക്തര് പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ വലിയ ബുദ്ധി രാക്ഷസൻ എന്ന് പറഞ്ഞാലും ഈ കാര്യത്തിൽ വട്ടപൂജ്യം ബുദ്ധിയല്ല, അർപ്പണമാണ്. എത്രത്തോളം അർപ്പണ മനോഭാവത്തോടു കൂടി ഇതിൽ പ്രവേശിക്കുമോ അത്രയ്ക്കും ഈ ശക്തിമത്തായിട്ട് ഇതിലേക്ക് പോകാം. ദാസോഹം കേവലോഹം ഗംഭീരോഹം. ദാസോഹമാണ്. കാരണം ഭരതസ്വാമി നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഹനുമത്സ്വാമി ശ്രീരാമനെ സംബന്ധിച്ച് പറയണമെങ്കിൽ ശ്രീരാമനെ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ അതേ രക്ഷിച്ചിട്ടുണ്ട്. ലക്ഷ്മണന് ഒരിക്കൽ മരണപ്പെട്ട് കിടന്നപ്പോൾ പോലും അതേ രക്ഷിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് എന്ത് തോന്നും? വസ്തുത്തിൽ ശ്രീരാമനെക്കാട്ടിലും ലക്ഷ്മണനെക്കാട്ടിലും എത്രയോ ഗംഭീരനാണ് ആര്? ഈ ഹനുമത്സ്വാമി തോന്നും. പക്ഷേ അത് നമുക്ക് തോന്നുന്നതാണ്, അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അദ്ദേഹം എപ്പോഴും ആ പാദത്തിൽ ഒരു നമസ്കാര രൂപത്തിൽ ഇരിക്കുന്നതേ കണ്ടിട്ടുള്ളൂ അല്ലെ? വേറെ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ആ ഗുരു പറഞ്ഞതിനെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗുരുത്വമുള്ള ഒരു ശിഷ്യൻ ഇത്ര കണ്ടിട്ടുള്ളൂ. എപ്പോഴും സദാ രാമപാദത്തിൽ ഇങ്ങനെ നോക്കി രാമ 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 രാമ. അതാണ്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് അനവധി കഴിവുകളുണ്ട്. എന്താണ് ഈ കഴിവുകൾ കൊണ്ട് നമുക്ക് ഒരുപക്ഷെ ഗുരുവിൽ നിന്നും താൻ എത്ര കേവലെന്നുള്ള ചിന്ത ഉണ്ടായേക്കാം. സ്വാഭാവികമാണ്, ഉണ്ടാവുന്നതിന് തെറ്റല്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും ഇത്രയും കേമനായിട്ടുള്ള ഈ ഹനുമൻ ആ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും ഇരിക്കുന്നിടത്ത് എവിടെയാണ് ഇരിക്കുന്നത്? വേണമെങ്കിൽ അവരെ കൂടെ കയറി പാരലായിട്ട് ഇരിക്കില്ല. അത് പാദത്തിൽ എപ്പോഴും നോക്കിക്കൊണ്ട്
രാമമന്ത്രം ജപിച്ചിട്ട് മാത്രമേ ഇരിക്കുള്ളൂ. ഇത്രയും കഴിവുള്ള ആൾ ഇങ്ങനെ ചെയ്യണം. അപ്പം ഇതുപോലെ നമുക്കും പണം കൊണ്ടും ആരോഗ്യം കൊണ്ടും അല്ലെങ്കിൽ ബുദ്ധിസാമർഥ്യം കൊണ്ടും നമ്മളുമൊക്കെ ഉയർന്നവരാണ്. ആരെക്കാട്ടിലും? ഈ ഗുരുക്കന്മാരെക്കാട്ടിലും. പക്ഷെ എങ്ങനെ ഇരിക്കണം? അക്ബർ സ്വാമിയെ പോലെ ഇരിക്കും. ആ ദാസഭാവത്തിൽ അതിന് വർദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നു ഈ അരുളിൽ പൊട്ടും, ഈ അരുളുണ്ടാവും. അതാണ് തനിക്ക് ആ മോക്ഷത്തെ കൊടുത്ത് ജനനമരണ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. ഇവിടുത്തെ ചോദ്യം ഇതാണ്, എന്താണ് ഒരു ജ്ഞാനിയായ ആണ് എല്ലാമായിട്ട് ഇരിക്കുന്നതെന്ന് അങ്ങ് പറയുകയും, എന്നാൽ അങ്ങനെയാണെങ്കിൽ ആ ജ്ഞാനി ഈ പറഞ്ഞ കണക്ക് സാക്ഷാത്കാര ജ്ഞാനവും സിദ്ധിച്ചാൽ മറ്റേ ഉള്ളവർക്കെല്ലാം വരേണ്ടതല്ലേ? അങ്ങനെ വരാതിരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണമാണ് ചോദിച്ചത്. മറുപടി പറയുന്നത് എന്താണ്? വാസ്തവത്തിൽ ചന്ദ്രനെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നത്, ചന്ദ്രൻ എന്ന് പറയുന്ന ബിംബചന്ദ്രൻ ഒന്ന്, പക്ഷെ പ്രതിബിംബ ചന്ദ്രന്മാർ അനേകമാണ്. ആ പ്രതിബിംബ ചന്ദ്രന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് അത് ചട്ടിയില്, കുളത്തില്, ചാലില്, ഇവിടെ എല്ലാം കെട്ടിക്കിടക്കുന്ന ജലത്തിലെല്ലാം ഈ ചന്ദ്രന്റെ പ്രതിബിംബമുണ്ട്. ഇതുപോലെയാണ് നമ്മളെല്ലാം ആത്മസ്വരൂപികളാണെങ്കിലും ഈ അന്ധകരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല. അന്ധകരണ വാസനകൾ, ഇതെല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കുക. ഇത് തന്നെയാണ് നമ്മൾ വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രതിഫലിച്ച ആ ചൈതന്യം എന്ന് പറഞ്ഞാൽ ജീവൻ, അതിൽ വ്യത്യസ്തനാണ്. എല്ലാമായിരിക്കും ഞാൻ തന്നെയാണെങ്കിൽ ഞാൻ മുക്തി അടഞ്ഞിരുന്നാൽ എല്ലാവർക്കും മുക്തി കിട്ടാതിരിക്കേണ്ട കാരണം എന്തെന്നാണ് ചോദ്യം. സ്വാമി പറഞ്ഞു എല്ലാം ഞാൻ തന്നെയാണ്, പക്ഷേ ഇതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രതിബിംബചന്ദ്രന്മാർക്ക് ഈ പറഞ്ഞാണെങ്കിൽ ബിംബചന്ദ്രൻ ഒന്ന്, പ്രതിബിംബചന്ദ്രന്മാർ അനേകം. അതിൽ കുളത്തിലും ചട്ടിയിലും കുഴിയിലും ചാലിലും കുടത്തിലും മൺചട്ടിയിലും ഒക്കെ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ ഈ ചന്ദ്രപ്രതിബിംബം ഉണ്ടെങ്കിലും അത് പ്രതിബിംബങ്ങളാണ്. ഇത് അനേകമായിട്ടിരിക്കും. ഈ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ രൂപത്തിൽ ഇതിൽ സംഭവിക്കാത്തതെന്നാണ്. കാര്യം വേറൊന്നുമല്ല. അവിടെ എന്ത് ചെയ്യണം? ഇപ്പം ഒരു ഉദാഹരണം പറയണം. ഇപ്പൊ കരച്ചട്ടി വെച്ചിരിക്കുന്ന ചന്ദ്രൻ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം? കരച്ചട്ടിയിൽ പ്രതിഫലിച്ച ചന്ദ്രൻ ഇല്ലാതാക്കാൻ കണ്ടല്ലേ? അപ്പൊ ആ വെള്ളം വച്ചിക്കണം, ആ ചട്ടി പൊട്ടിക്കണം. അപ്പൊ ഇതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, ഈ അന്ധകരണത്തിന്റെ ദോഷങ്ങളെ മാറ്റണം. എങ്കിൽ മാത്രമേ ആ ചന്ദ്രൻ ആ ബിംബചന്ദ്രനിൽ പോയി ഐക്യം ചെയ്യുള്ളൂ. നമ്മൾ ഇതിന് വെള്ളം നിറച്ച് വെച്ച് പിന്നെയും വെള്ളം ഒഴിച്ച് ഇതിനെ പെരുക്കിക്കൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു കാലത്ത് ഈ ചന്ദ്രൻ ഇല്ലാതാവും, ഈ പ്രതിബിംബ ഇല്ലാതാവും. ഇവിടെ ഇത്രയും ഉദ്ദേശം, പ്രതിബിംബ ചന്ദ്രനെ ഇല്ലാതാക്കണം. അതിന് ചെയ്യണമെങ്കിൽ ഈ ചട്ടിയിലുള്ള വെള്ളം വറ്റിക്കണം. അതിലൂടെ അപ്പൊ ഈ വാസനയും ഈ അന്ധകരണ സ്വഭാവങ്ങളും വ്യത്യസ്തപ്പെട്ടിരിക്കണം. അതുകൊണ്ടാണ് ഇതിൽ പ്രതിബിംബ ചന്ദ്രൻ നിലനിൽക്കുന്നത്. പ്രതിബിംബ ചന്ദ്രനെ ഇല്ലാതാക്കുന്നതിന് അഹങ്കാരിയുടെ നാശമുണ്ട്. ഈ അഹങ്കാരിയുടെ നാശത്തിനെയാണ് സാക്ഷാത്കാരം കാണുന്നത്. അപ്പൊ പ്രതിബിംബ ചന്ദ്രൻ എങ്ങനെ ഇല്ലാതാവും? വെള്ളം പറ്റിക്കണം, ചട്ടി അടിച്ചു പൊട്ടിക്കാൻ വേണം. ഇത് തന്നെയാണ് പറഞ്ഞത്. ചട്ടി അടിച്ചു പൊട്ടിക്കാതെ എല്ലാം കറക്റ്റാണത്. എന്ന് വെച്ചാൽ ചട്ടി പൊട്ടിക്കുന്നതാണ് ഈ വിദേഹമുക്തി എന്ന് പറയുന്നത്. അതായത് ഈ ശരീരം കൂടെ എടുത്ത് ചുട്ട് കളഞ്ഞിട്ട് പോണതാണ്, അല്ലെങ്കിൽ കുഴിച്ചിട്ടിട്ട് പോണതാണ്. അതോടുകൂടി പരിപൂർണമായ ആ ബിംബചന്ദ്രനായിട്ട് പ്രശോഭിക്കുകയാണ്. അതിന് വ്യക്തിത്വമില്ല, വ്യക്തിത്വം നശിച്ചുപോയി. പിന്നെയുള്ളത് പറയാൻ പറ്റാത്ത അവാത്മന സൗഗോചരമായ ബ്രഹ്മം എന്ന് പറയുന്നത് വേദം പോലും കൈകഴിഞ്ഞത്. കാരണം ആ ഭാഗത്തോട്ട് ഒന്നും സംസാരിക്കാൻ ഒന്നും വേദവും ഉദ്ദേശിക്കുന്നില്ല. അത് എങ്ങനെയാന്നുള്ളതിന് അനന്തന് പോലും പറയാൻ സാധിക്കില്ല എന്ന് വേറെ രൂപത്തിൽ പറഞ്ഞു. അതിശയാണത്. അപ്പൊ ഇങ്ങനെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഇരിക്കുന്നത്. അടുത്ത പദ്യം 39ാമത്തെ പദ്യം. ചട്ടികുടങ്ങളിൽ ഒன்று നശിത്തിടിൽ അതിനുൾ ചലചന്ദ്രർ ഒട്ടുമുതർ ചന്ദ്രനോട് കൂടും ഒഴിന്തവൈ കൂടാവേ. കട്ടും ഉപാധി നശിത്തിടു ജീവൻ കാരണാത്മാവിൽ കിട്ടും ഐക്യം ഉപാധി കെടാതവർ കേവലമാകാരേ. തമിഴറിയാവുന്നവർക്ക് അപ്പം തന്നെ കിട്ടും അർത്ഥം.
ചട്ടികുടങ്ങളിൽ ഒன்று നശിത്തിരിൽ അതിനുൾ ചലചന്ദ്രർ ഒട്ടും മുതൽ ചന്ദ്രനോട് കൂടും ഒഴിന്തവൈ കൂടാവേ. കട്ടും ഉപാധി നശിത്തിടു ജീവൻ കാരണാത്മാവിൽ കിട്ടും ഐക്യം ഉപാധി കെടാതവർ കേവലമാകാരേ. ചട്ടികുടങ്ങളിൽ, ചട്ടി കുടം മുതലായ ഉപാധികളിൽ ഒന്ന് നശിത്തിരിൽ, ഒരു ഉപാധി നശിക്കിൽ, അതിൽ ഉൾ ചലചന്ദ്രൻ, അതിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ചന്ദ്രൻ ഒട്ടും മുതൽ ചന്ദ്രനോട് താൻ ചേരേണ്ടതായ കാരണചന്ദ്രനോട് ചേരും. ഒഴിന്തവൈ, ഒഴിന്തവൈ എന്ന് വെച്ചാൽ ഉപാധി നശിക്കാത്തതിലുള്ള പ്രതിബിംബങ്ങൾ കൂടാവേ. അത് നശിക്കില്ല. എങ്ങനെ നശിക്കയില്ലയോ അങ്ങനെ. കട്ടുമുപാധി നശിത്തിടിൽ ജീവൻ, ബന്ധിച്ച അന്ധക്കരണത്തിലുള്ള അജ്ഞാന ഉപാധി ജ്ഞാനത്താൽ നാശമായാൽ ജീവൻ കാരണാത്മാവിൽ, തനിക്ക് കാരണമായ ആത്മാവിൽ ഐക്യം കിട്ടും, ഐക്യം പ്രാപിക്കും. ഉപാധി കെടാതവർ, അജ്ഞാന ഉപാധി ജ്ഞാനത്താൽ നശിക്കാത്ത മറ്റു ജീവന്മാർ കേവലമാകാരേ. എന്നുവെച്ചാൽ ഐക്യം പ്രാപിക്കുകയില്ല. കാരണം ഇവിടെ ഈ ഐക്യം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഉപാധി നശിപ്പിക്കണം, ഉപാധിയെ നശിപ്പിക്കണം എന്നാണ് ഇതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ അത് വായിക്കാം. ചട്ടികുടങ്ങളിൽ, ചട്ടി കുടം മുതലായ ഉപാധികളിൽ ഒന്ന് നശിത്തിടിൽ, ഒരു ഉപാധി നശിക്കിൽ, അതിൽ ഉൾ ചലചന്ദ്രൻ, അതിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ചന്ദ്രൻ ഒട്ടും മുതൽ ചന്ദ്രനോട് കൂടും, താൻ ചേരേണ്ടതായ കാരണചന്ദ്രനോട് ചേരും. ഒഴിന്തവൈ, ഉപാധി നശിക്കാതിരിക്കുന്നതിൽ പ്രതിബിംബങ്ങൾ കൂടാവേ അവർക്ക് ഐക്യം കിട്ടുകയില്ല. ബന്ധിച്ച അന്ധകരണത്തിലുള്ള അജ്ഞാന ഉപാധി ജ്ഞാനത്താൽ നാശമായാൽ, അജ്ഞാന ഉപാധികളാണ്, ഈ അജ്ഞാന ഉപാധികളെയാണ് ബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ബന്ധിച്ചിരിക്കുകയാണ്. അത് ആത്മാവുമായിട്ട് ബന്ധിച്ചിരിക്കുകയാണ്. ഈ ഉപാധികളെ നശിച്ചാൽ ഈ പറഞ്ഞില്ലേ, ഈ ആത്മാവിന്, ഈ ജീവന് ആത്മാവിൽ ഐക്യം കിട്ടും, നേരെ പോകുന്നു, അവിടെ തന്നെ ഐക്യപ്പെട്ടത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ കുളത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ കടത്തിലിരിക്കുന്ന ചന്ദ്രൻ ഇല്ലാതാവണമെങ്കിൽ ആ ജലം വറ്റിച്ചാൽ, ആ ഉപാധി നശിക്കുകയാണെങ്കിൽ ആ ഇല്ലാതാവണമെങ്കിൽ നേരെ ആ അതിൻ്റെ ബിംബചന്ദ്രനിൽ പോയി അത് ഒട്ടും. ഇതാണ് ഐക്യജ്ഞാനം എന്നൊക്കെ പറയുന്നത്. തത്വമസി, ലക്ഷ്യാർത്ഥ ഐക്യം, ഐക്യജ്ഞാനം, അസിവത ഐക്യം എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്. ഇതെന്ത് രസമായിട്ടാണ് ഇവര് സാധാരണ ഭാഷയിൽ പറഞ്ഞ് സ്വാമി നമുക്ക് തന്നത്. വലിയ കടുകട്ടിയായിട്ട് പലരും എന്തൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഭാഗമാണ് ഇത്ര സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഇത്രയുണ്ട്. കാരണം അതാണ് വേദത്തിന്റെ ഒരു പവർ. പലതും നമ്മൾ കേട്ടിട്ട് നമ്മൾ എന്തോ കാട് കയറി ചിന്തിച്ച് മാറി നിൽക്കുകയാണ്. എല്ലാവരുടെയും അനുഭവമാണ് പറയണത്. അത് വേണ്ട, അങ്ങനെ പോണ്ട. അതാണ് പറഞ്ഞത്, ശ്രുതി സമ്മതമായിട്ടുള്ള ചിന്തനകൾ ഇതിൽ കൊണ്ടുവന്ന് ചേർക്കണം. എന്തെങ്കിലും കാട് കയറി ചിന്തിച്ച് ചേർക്കരുത്. ഒരിക്കലും അവർക്ക് ഈ പറഞ്ഞ അടുത്ത് എത്താൻ പറ്റില്ല. ശ്രദ്ധിക്കണം. ഓക്കെ. ജീവത്വത്തിന് മുഖ്യോപാധി സുഷുപ്തിയിലുള്ള അവിദ്യ കൂറാകുന്നു. ഈ അവിദ്യ തന്നെ ജാഗ്രതത്തിൽ അന്ധക്കരണമായി പരിണമിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ തമാശ. സുഷുപ്തിയിലെ അജ്ഞാന കൂറാണ് ജാഗ്രതത്തിൽ അന്ധക്കരണമായിട്ട് പരിണമിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അന്ധക്കരണം അപ്പൊ പിന്നെ എന്താണ്? ഈ അവിദ്യയല്ലേ? അവിദ്യ കൂറാണ് ജാഗ്രതത്തിൽ അന്ധക്കരണമായി പരിണമിച്ചിരിക്കുന്നത്. ഈ മനസ്സുകൊണ്ടല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ഈ അറിവ് കൊണ്ടല്ലേ നമ്മൾ ഈ ലോകത്ത് വ്യവഹരിക്കുന്നത്. അതെ, അതാണ് ഈ തുച്ഛമായ ഈ അറിവിലിരുന്ന് വ്യവഹരിച്ച് നമ്മളെല്ലാം വീണ്ടും 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 മൂഢാത്മാക്കളായി നശിച്ചു പോവുകയാണ്. ഇതിൽ നിന്ന് വേദം പറഞ്ഞു തരുന്നത് ഇതെല്ലാം ഈ അന്ധക്കരണമായിട്ടിരിക്കുന്ന വാസത്തിൽ ആ സുഷുപ്തിയിലിരുന്ന അജ്ഞാനക്കൂറാണ്. എന്തിനാണ് ഈ അജ്ഞാനക്കൂറ്? സുഷുപ്തിയിൽ എല്ലാവരും ഇരിക്കുന്ന ഇങ്ങനെയാണ്. ഞാനൊന്നും അറിയുന്നില്ല എന്നുവെച്ചാൽ വേറെ ചോദ്യം പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഒന്നും അറിയണമെന്നൊന്നും ഇല്ലെന്നോ, എനിക്ക് കഷ്ടപ്പെട്ടതൊന്നും അറിയാനൊന്നും പറ്റില്ല.
അലസത. ഇതാണ് നമ്മുടെ സുഷുപ്തി കൂറ്. ഈ സുഷുപ്തിയിലുള്ള ഈ അജ്ഞാന കൂറാണ് അന്ധകരണമായിട്ട് വികസിച്ച് ജാഗ്രത നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സ്, ബുദ്ധി, ചിത്ത, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഏതാണ് വാസ്തവത്തിൽ? ഈ അവിദ്യയാണ്. അതിന്റെ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് വിദ്യയാവുന്നത്? ഒരിക്കലാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രുതിയെ ആശ്രയിച്ചുകൊണ്ട്. ശ്രുതി എന്ന് പറയുന്നത് മഹത്തുക്കളുടെ ദിവ്യവചനങ്ങളാണ്, ഈശ്വര പ്രോക്തങ്ങളെന്നാണ്. ശ്രുതി ആശ്രയിച്ചുകൊണ്ട് ഈ അന്ധകരണത്തിൽ ആ വിവേകത്തെ നിറച്ചു നിറയ്ക്കണം. ഇപ്പൊ ഇരിക്കണതറിയാം മറ്റവനാണ്, അവനെ തൂക്കിയെടുത്ത് വെളിയിൽ കളയുക. അല്ലെങ്കിൽ ഇതിനെ ശക്തിയായ രീതിയിൽ കൊണ്ടുവരും, മറ്റതൊക്കെ ഇറങ്ങി വെളിയിൽ പോകും, ഓട്ടോമാറ്റിക് ഇറങ്ങി പൊട്ടുപോകും. ഇങ്ങനെ ഒരു രൂപത്തിൽ വേണം നമ്മൾ ഇതിൽ സാധന അനുഷ്ഠാനങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്തവർക്ക് മാത്രമേ അനുഭവം വരുള്ളൂ. പറയാൻ പറ്റും. വേണമെങ്കിൽ പലരും വലിയ ഗുരുവാണെന്ന് പറഞ്ഞ് പ്രശംസിക്കുന്നത് കേൾക്കാം, പിന്നെ പൊന്നാടയൊക്കെ ധരിപ്പിച്ചതാണ്, പലതും ചെയ്യാം. പക്ഷേ അനുഭവത്തിൽ വരില്ല. ഇതിനാണ് അപരോക്ഷ അനുഭവം. ഈ അപരോക്ഷ അനുഭവം വരണമെങ്കിൽ എന്ത് വേണം? പ്രസിഡന്റ് പറഞ്ഞത് നമ്മുടെ ഈ അന്ധകരണം അവിദ്യാപൂർവമായിട്ട് നിലനിൽക്കുന്നിടത്തോളം ഈ പറഞ്ഞ രൂപത്തില് ഇതിൽ ഈ ജ്ഞാനം അപരോക്ഷമായി ഉണ്ടാവില്ല. അതിനവർ പറയുന്നത് ഈ അന്ധകരണത്തെ തിരിച്ചറിയണം, ഇത് അവിദ്യാപൂർവമാണ്. സുഷുപ്തിയിലിരുന്ന അവിദ്യയാണ് ജാഗ്രതത്തിൽ അന്ധകരണമായി പരിണമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ജ്വൽപ്പനങ്ങളും ഇതിന്റെ അറിവുകളും എല്ലാം വിപരീത ജ്ഞാനത്തെ ഉണ്ടാക്കാൻ ശേഷിയുള്ളതാണ്, ജ്ഞാനത്തെ ഉണ്ടാക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവർ പറയുന്നത് ശ്രുതിയെ പിടിച്ചുകൊണ്ട്. അതാണ് ശ്രുതിയുടെ ആവശ്യം. ശ്രുതി എന്ന് പറഞ്ഞാൽ പരമമായിരിക്കുന്ന ഈശ്വര പ്രോക്തങ്ങളാണ്. ഇതിനെ കൊണ്ട് നമ്മുടെ അന്ധകരണം നിറയ്ക്കണം. ശ്രദ്ധ, ഭക്തി ഇത് കൊണ്ട് ആരെ നിറയ്ക്കണം? ഈ അന്ധകരണത്തിൽ ഇത് നിറയ്ക്കണം. അങ്ങനെ നിറച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റത് ഉണ്ടെങ്കിൽ അത് തെറിച്ച് വെളിയിൽ പോകും. എന്നിട്ട് ശുദ്ധാന്തകരണന്മാരായ അങ്ങനെ വർദ്ധിച്ച് ഗുരുവേദാന്ത ശാസ്ത്രങ്ങളിൽ പ്രവൃത്തി ഉണ്ടായ അവർക്ക് കരുതലാമലകം പോലെ ഈ ആത്മാനുഭവം, അവർ അമൃതത്വം പറഞ്ഞില്ല, അവരെപ്പോഴും അമൃതത്വത്തിലേക്ക് പോയി വീഴും. അമൃതത്വമാണ് ഇതിന്റെ അമൃതത്വ പ്രാപ്തി. അപ്പൊ എപ്പോഴും ആ അമൃതം സേവിച്ച് ഇങ്ങനെ ഈ വ്യവഹാരം, ഈ പറയുന്ന ഈ സ്ഥൂല ശരീരം പതിക്കുന്നവരെ ജീവിക്കാം. ബ്രഹ്മാനന്ദ രസമായിട്ട് ഈ പ്രാരംഭത്തെ അനുഭവിച്ച് തീർക്കാം. അതല്ലെങ്കിലും ആ വിദ്യാപൂർവിൽ ഇരുന്നു കൊണ്ട് ദുഃഖിച്ച് അയ്യോ എന്താ ഭയം, പേടി, എല്ലാം വെപ്രാളങ്ങളും സകലതും ഈ അവിദ്യാപൂർവ്വ അന്ധകരണത്തിന്റെ പ്രകൃതങ്ങളാണ്. ഇത് തിരിച്ചറിയണം. മഹത്തുക്കളെല്ലാം ഇതിനെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. എടുത്ത് വെളികളാനൊന്നുമില്ല. വാസ്തവത്തിൽ ഇത് വിവേകം കൊണ്ട് തന്നെ ഇതിനെ തിരിച്ചറിഞ്ഞ് നിലനിന്നാൽ മാത്രം മതി. ഇത് മറ്റൊരു പൊക്കോ മറ്റൊരു പവറില്ല. ഈ വിചാരമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ശുദ്ധിസമ്മതമായ അറിവുകളുടെ കുറവുകൊണ്ട് അത് തൽക്കാലം ഇരിക്കണമെന്നേ ഉള്ളൂ. വെളിച്ചം വന്നാൽ ഇരുട്ടിനെ നിൽക്കാൻ പറ്റുമോ? ഇതുപോലെ ഈ അന്ധകാരം എത്രയോ വർഷങ്ങളായിട്ടുള്ള അന്ധകാരമായാലും ഒരു നിമിഷം ഒരു വിളക്ക് കത്തിച്ച് അതിനകത്ത് കയറിയാൽ അപ്പോൾ തന്നെ അന്ധകാരം നീങ്ങി പ്രകാശമയമാകുന്നത് പോലെ. ഇതാണ് ജ്ഞാനം പ്രകാശപൂരിതമാക്കി കളയും. ഒക്കെ മനസ്സിലാക്കി അങ്ങോട്ട് മുമ്പോട്ട് പോവുക. നമ്മുടെ അന്ധകരണം എന്താണ് വാസ്തവത്തിൽ? ഇപ്പൊ അന്ധകരണം സുഷുപ്തിയിലിരുന്ന അജ്ഞാനത്തിന്റെ വികസനം. അതാണ് അത് സുഷുപ്തിയിലിരുന്ന അവിദ്യാപൂർവ്വമാണ് അന്ധകരണമായി പരിണമിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം. ജീവത്വത്തിന് മുഖ്യവാദി സുഷുപ്തിയിലുള്ള അവിദ്യ കൂറാകുന്നു. ഈ അവിദ്യ തന്നെ ജാഗ്രതത്തിൽ അന്ധകരണമായി പരിണമിച്ചിരിക്കുന്നതിനാലും അത് തോന്നിയ ശേഷം മാത്രമേ ജീവത്വം തോന്നുകയുള്ളൂ എന്നതിനാലും അന്ധകരണത്തിനെ ജീവ ഉപാധി എന്ന് പറയുന്നു. അവിദ്യയെ ജീവ ഉപാധിയായി സ്വീകരിക്കാതെ പ്രാജ്ഞനെ പറയുന്ന ശ്രുതി വിരോധമാകും. അവിദ്യയെ ജീവ ഉപാധിയായി സ്വീകരിക്കാതിരുന്ന, ഇത് വാസ്തവത്തിൽ അവിദ്യ എന്ന് പറയുന്നത് ജീവന്റെ ഉപാധിയാണ്. ജീവനല്ല, ജീവന്റെ ഉപാധിയാണ്. ജീവൻ വാസ്തവത്തിൽ ഏതാണ്?
പ്രതിഫലിച്ച ചന്ദ്രൻ വാസ്തവത്തിൽ ഏതാണ്? ബിംബചന്ദ്രൻ തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ജീവൻ വാസ്തവത്തിൽ ആത്മ തന്നെ. പക്ഷെ അവൻ ഇപ്പൊ എങ്ങനെ നിൽക്കുന്നു? അവൻ എന്താണ് ജീവനായിട്ട് പോയതെന്ന് ചോദിച്ചാൽ ഈ അന്ധക്കരണ ഉപാധിയിൽ പ്രതിഫലിച്ചവരാണ്. അതുകൊണ്ട് അന്ധക്കരണ ഉപാധിയിൽ പ്രതിഫലിച്ച ആ ജീവൻ താൻ ബിംബമാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അന്ധക്കരണ ഉപാധി ഇല്ലാതാക്കണം. അന്ധക്കരണ ഉപാധിയെ നേതി ചെയ്യണം. ഇവർ പറഞ്ഞ നേതി ചെയ്യണം. ആ ഉപാധിയെ നേതി ചെയ്ത് അതിന്റെ അവധിയിലിരിക്കുന്ന ചൈതന്യങ്ങൾക്ക് ഐക്യം. ഇത് തത്വമസി പറയുന്ന കാര്യമാണ്. വേറെ രൂപത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏത് അന്ധക്കരണത്തിൽ ജ്ഞാനം ഉണ്ടാകുമോ ആ അന്ധക്കരണ അവഛിന്ന ചേതനത്തിലുള്ള അജ്ഞാനാംശം ജ്ഞാനത്താൽ നിവൃത്തിയാകും. അജ്ഞാനം നീങ്ങിയവർ മുക്തരാകും. ഏത് അന്ധക്കരണത്തിൽ ജ്ഞാനം ഉണ്ടാകുന്നില്ലയോ ആ അന്ധക്കരണത്തിൽ അജ്ഞാനാംശമുണ്ട്, ബന്ധവുമുണ്ട്. അജ്ഞാനം നീങ്ങി മുക്തരായവൻ ബ്രഹ്മദൃഷ്ടിയാൽ ജഗജീവപരങ്ങളായി വിളങ്ങുന്നതിൽ അവൻ എല്ലാമാകുന്നു എന്ന് പറഞ്ഞതിൽ സംശയമില്ലെന്നറിയുക. ഇങ്ങനെയാണ് അതിനെ സമർത്ഥിച്ചത്. എങ്ങനെയാണ് ഒരു ജ്ഞാനിയായവനാണ് എല്ലാമായിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ ജ്ഞാനിയായവന് ഈ പറഞ്ഞ കണക്ക് മുക്തി ഉണ്ടല്ലോ, വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കെല്ലാം മുക്തി വരാതിരിക്കാൻ കാരണം എന്താണെന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയായിട്ട് പറയാം. എന്നാൽ ഈ പറഞ്ഞത് സത്യം തന്നെയാണ്. കാരണം ഈ അജ്ഞാനക്കൂറ് ഇതിൽ നിന്ന് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായും ഈ പറയുന്ന എല്ലാത്തിനും മുക്തി ഉണ്ടാവും, അല്ലല്ലേ? അജ്ഞാനം നീങ്ങി, അതായത് ഏത് അന്ധക്കരണത്തിൽ ജ്ഞാനം ഉണ്ടാകുമോ ആ അന്ധക്കരണം അവഛിന്ന ചേതനത്തിലുള്ള അജ്ഞാനാംശം ജ്ഞാനത്താൽ നിവൃത്തിയാകും. അജ്ഞാനം നീങ്ങിയവർ മുക്തനാകും. ഏത് അന്ധക്കരണത്തിൽ ജ്ഞാനം ഉണ്ടാകുന്നില്ലയോ ആ അന്ധക്കരണത്തിൽ അജ്ഞാനാംശം ഉണ്ട്, ബന്ധവുമുണ്ട്. അജ്ഞാനം നീങ്ങി മുക്തരായവൻ ബ്രഹ്മദൃഷ്ടിയാൽ ജഗജീവപരങ്ങളായി വിളങ്ങുന്നു എന്ന് പറയുന്നതിൽ അവനെല്ലാമാകുന്നു പറയുന്നതിൽ സംശയമില്ല. ഇങ്ങനെയാണ് ഇവരെല്ലാമാകുന്നു എന്ന് പറഞ്ഞ ശുദ്ധി എങ്ങനെ തെറ്റൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് അത് പറഞ്ഞത്. കാരണം ആ ഉപാധി മാറിക്കഴിഞ്ഞാൽ ഉടനെ ആ ചൈതന്യാംശം അതിൻ്റെ ബിംബത്തോട് ഐക്യം ചെയ്യും. അങ്ങനെയാണ് ഇത് ഒന്നാണെന്ന് പറഞ്ഞത്. ആ ഉപാധി ഇരിക്കുന്നവരെയും ഇത് പലത്. നമ്മളെല്ലാം ഭിന്നരായി പോയതിന്റെ കാരണം എന്താണ്? മുരളി ഞാനുമായിട്ട് വ്യത്യാസപ്പെട്ടു പോയ എന്താണ്? ഉപാധി. മുരളി ഇട്ടേക്കുന്ന മാലയല്ല ഞാൻ ഇട്ടേക്കുന്നത്, കണ്ടില്ലേ? എല്ലാത്തിനും വ്യത്യാസം. അദ്ദേഹത്തിന്റെ പൊക്കമല്ല എന്റെ പൊക്കം. പുള്ളിക്കാരൻ ഇംഗ്ലീഷ് അറിഞ്ഞൂടെ, എനിക്കറിയാം. ഇതിലെ ഒരുപാട് കാര്യങ്ങളിലുള്ള ഭിന്നതയാണ് ഉപാധി എന്ന് പറഞ്ഞിട്ട് ഇത് തങ്ങളിലുള്ള പൊരുത്തക്കേടുകളാണ് വാസ്തവത്തിൽ ഞങ്ങളെ രണ്ടാക്കി നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിലോ നമ്മൾ ഒന്നാണ്. അതാണ് ജ്ഞാനം. ജീവപരൈക്യം. ഈ ജീവൻ പരനുമായിട്ട് ഐക്യം. തങ്ങളിൽ ഒന്നാണ്. ഒന്നായ മാത്രമേ ഐക്യം ചെയ്യുള്ളൂ. സിദ്ധൻസ്വാമി ഒരു കാര്യം പറഞ്ഞു, ഇവിടെ പയറും അരിയുമായിട്ട് ഐക്യമില്ല. കാരണം അത് രണ്ടാണ്. പയറ് വേറെ അരി വേറെ. എന്നാൽ അരിയുമായിട്ട് ഐക്യമാണ്. മനസ്സിലെ അതേ സമാനമായ കാര്യങ്ങൾക്ക് തങ്ങളുടെ ഐക്യമുള്ളൂ. അത് ഒന്നായിരിക്കും, ഒന്ന് തന്നെ ആയിരിക്കും. വാസ്തവത്തിൽ ആത്മസ്വരൂപം കാണുമ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ്. സ്വർണ്ണം തന്നെയാണ്. കടക്കനും മോതിരവും അരിഞ്ഞാണവും വളയും പിന്നെ കുണ്ടളവും ഒക്കെ സ്വർണ്ണം ഉണ്ട്. പക്ഷെ ഇത്ര വ്യത്യസ്തതകൾ നമ്മൾ പറഞ്ഞു അല്ലേ? കുണ്ടളം എന്ന് പറഞ്ഞപ്പോൾ സ്വർണ്ണത്തെ വിസ്മരിച്ചാണ് പറഞ്ഞത്. സ്വർണ്ണമെന്ന് കാണുന്ന ബുദ്ധിക്ക് ഒന്ന് തന്നെയല്ല എന്ന് പറയുന്നത് പോലെയേ ഉള്ളൂ. ഈ നാമരൂപങ്ങൾക്ക് എന്ത് പ്രസക്തിയുണ്ട്? നാമരൂപങ്ങൾക്ക് തന്നെ ഒരു നിലനിൽപ്പുണ്ട്. സ്വർണത്തിനെ എടുത്തു കളഞ്ഞാൽ ആ കടക്കിന് എന്ത് ചെയ്യാൻ പറ്റും? കടക്കിന് നിലനിൽക്കാൻ പറ്റും, മാലയ്ക്ക് നിലനിൽക്കാൻ പറ്റും. എല്ലാം ആ സ്വർണ്ണമാണ്. ഇതിന്റെ ആധാരം അധിഷ്ഠാനമായിരിക്കുന്നതിനെ പിൻവലിച്ചാൽ ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതെല്ലാം കേവലം ഒരു തോന്നലാണ്. തോന്നലായിരിക്കുന്നതിൽ സത്യബുദ്ധിയോടുകൂടി നിന്ന് ഇത് വേറെ, ഞാൻ വേറെ, നീ വേറെ എന്ന് ശണ്ടയുണ്ടാക്കി എപ്പോഴും മനസ്സിനെ ഇളക്കി സമാധി വിഘ്നം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ എത്രയോ ജന്മമായിട്ട് ഇവിടെ തുടരുന്നു. പ്രസന്ന ഒരു ജന്മമായിട്ട് ഇപ്പോഴല്ല. ആരോ പറഞ്ഞ സ്വാമി, ഒരു സ്വാമി ഒരിക്കൽ
ബംഗാരപ്പ ടണ്ടപ്പ, അത് നമ്മൾ എപ്പോഴും പറയണമല്ലോ, ഒന്നുകൂടെ പറയാൻ പോവുകയാണ്. അതേ ഇങ്ങനെ നടന്നു നോക്കണം, ഒരു പാമ്പ് ഒരു തവളയെ പകല് വീങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് തവള എപ്പോഴും വെളിയിലോട്ട് അപ്പോഴും ഇങ്ങനെ എന്തിനോ പിടിക്കാൻ വേണ്ടി അപ്പോഴും ഇപ്പൊ മറ്റേ വായിലിരിക്കുകയാണ്. സ്വാമി ഇങ്ങനെ നോക്കി, എടാ ബംഗാരപ്പ, എടാ ടണ്ടപ്പ, ഒരു ഗർജനത്തോടുകൂടി വിളിച്ചിട്ട് പറഞ്ഞ്, ഇതുവരെ നിങ്ങളുടെ പരസ്പര വൈരം തീർന്നില്ലാണ് എന്ന് ചോദിച്ചു. അപ്പൊ കൂടെ സ്വാമിയുടെ കൂടെ 2-3 പേര് നടന്നു വന്നോണ്ടിരിക്കുകയാണ്. ഈ സ്വാമി ഇതെന്തൊരു പറയണമെന്ന് ചാന്തപ്പെട്ട് അപ്പോഴാണ് പാമ്പ് തവളയെ വിട്ടിട്ട്, പാമ്പ് ഇങ്ങോട്ടും പോയി തവള അങ്ങോട്ടും. സംഭവം ഇവര് എത്രയോ ജന്മങ്ങളായിട്ട് പരസ്പരം വൈരം സൂക്ഷിച്ച് മനുഷ്യരായിരുന്നവരാണ്, ബംഗാരപ്പയും ടണ്ടപ്പയും. അവസാനം ആ വിരോധം മൂർച്ഛിച്ച് അവസാനം ഇവര് പാമ്പും തവളയായിട്ട് ജനിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് സ്വാമിയുടെ കണ്ണിൽ വന്നിട്ടത്. സായിബാബ സ്വാമി എന്റെ സ്വാമി ഒറ്റ ചോദ്യം, നിങ്ങളുടെ വിരോധം, പരസ്പര വിരോധം ഇവരെ മാറിയില്ലേടാ. പറഞ്ഞ് അത് പതിച്ച് അപ്പൊ തവളയും പാമ്പുമായിട്ട് വരെ അത് പതിച്ച് കഴിഞ്ഞു. ഇനിയെങ്കിലും മതിയാക്കി പോയിട്ടാന്ന് പറഞ്ഞിട്ട് സ്വാമി ഒരു തത്വത്തെ ശക്തിയായിട്ട് വഴക്ക് പറഞ്ഞു. അതോടുകൂടി ഇവർ രണ്ടുപേരും രണ്ടായിട്ട് പോയി. അവർക്ക് ഈ നിവൃത്തഗതിയാണ്. കാരണം അറിയാം, ഗുരുക്കന്മാർ ഇടപെട്ടു. ഇതാണ് സൂക്ഷ്മത്തിൽ അവരുടെ പരിപാടി. അവർ വന്ന് ഇടപെടും, അത് അവരെ ജന്മത്തെ മാറ്റിമറിയും. ഈ ചിലപ്പോൾ മാറി മനുഷ്യനായിട്ട് ഒന്ന് മുക്തി അടഞ്ഞു പോകാനും ഇത്ര. എന്നതുള്ളതിന്റെ ജന്മങ്ങളാണ്ടമയ്യനെ ഉപദേശിക്കവെളിവந்த ഗുരുവേ പോറ്റി. മുക്തി നൽകുമോദവിക്കോറുകവിനായേം ചെയ്യുമാറും കാണേ തിരുവടി പോറ്റി പോറ്റി. സത്യത്തിൽ സുഖകരമാം ഗുരുവേ പോറ്റി. ജലവില ശാന്തപര ഗുരുവേ പോറ്റി. നിത്യ നിർഗുണமான ഗുരുവേ പോറ്റി. നിരഞ്ജനമായി നിന്ദപര ഗുരുവേ പോറ്റി. ശുദ്ധപരവെളിயான ഗുരുവേ പോറ്റി. സൂക്ഷ്മമായി നരേന്ദ്രപര ഗുരുവേ പോറ്റി. അദ്വൈത പൂരണമാം ഗുരുവേ പോറ്റി. അഖണ്ഡമതാം ഗുരുവേ പോറ്റി. ഭസ്മോധൂളിത വിഗ്രഹം വരദ ജന്മുദ്രാധരം സുന്ദരം കാഷായാംബരധാരിണം കിളതരേന്ദ്രാക്ഷമാലാൻവിതം ബ്രഹ്മാനന്ദ സുഖപ്രചോഭിതമുഖം യാസനേ സംസ്ഥിതം ശ്രീരാമാനന്ദയതീശ്വരം ഗുരുവരം ഭൂയോ നമസ്യാമ്യഹം. അഭയവരദഹസ്തം സർവദാ സുപ്രസന്നം ശുഭദവിനിഷേധജ്ഞാനവേദസ്വരൂപം യദകരമുപദേശം ശ്രീഗുരോ ദിവ്യരൂപം പ്രതിദിനമഹമീഡേ സുപ്രഭം പ്രഭാതേ ശിവാരകമലന്തം ആലംബനമകം ശ്രീരാമാനന്ദമൂർത്തേ മാം സംസാരസാഗര. ശ്രീരാമാനന്ദമൂർത്തേ മാം സംസാരസാഗര. ദേവാദിദേവ സർവജ്ഞാ സച്ചിദാനന്ദ വിഗ്രഹ ശ്രീരകരുണാനിധേ മാരവണഭൂതേശ പ്രസീദ കരുണാനിധേ. ദീർഘദണ്ഡ നമസ്കാരം നമ്മളോ ഗുരു സന്നിധവും ശരീരമന്ത്രം